കനത്ത വായു മലിനീകരണത്തിനൊപ്പം തണുപ്പും വർദ്ധിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടിയ തണുപ്പാണ് ഇപ്പോൾ നഗരത്തിൽ അനുഭവപ്പെടുന്നത്. ഉൾപ്രദേശങ്ങളിലുടനീളം കുറഞ്ഞ താപനില സാധാരണയേക്കാൾ 5 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത വായു മലിനീകരണത്തോടൊപ്പം ബംഗളൂരുവിൽ തണുപ്പും വർദ്ധിക്കുകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടിയ തണുപ്പാണ് ഇപ്പോൾ നഗരത്തിൽ അനുഭവപ്പെടുന്നതും. അതിരാവിലെ താപനിലയിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നതും. കർണാടകയുടെ ഉൾപ്രദേശങ്ങളിലുടനീളം കുറഞ്ഞ താപനില സാധാരണയേക്കാൾ 5 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറഞ്ഞതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും കർണാടക സംസ്ഥാന പ്രകൃതി ദുരന്ത നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. ബീദാർ, വിജയപുര, റായ്ചൂർ, ദാവൻഗരെ എന്നിവയുൾപ്പെടെ നിരവധി ജില്ലകളിൽ ഏറ്റവും കഠിനമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും കൊടും തണുപ്പ് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ കർണാടക സംസ്ഥാന കാലാവസ്ഥാ വകുപ്പ് നിവാസികൾക്ക് ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നഗരത്തിലെ കുറഞ്ഞ താപനില 14 ഡിഗ്രി സെൽഷ്യസിലെത്തി. ഇത് ഡിസംബർ മാസത്തിൽ ഉണ്ടാകാറുള്ള സാധാരണ തണുപ്പിനേക്കാളും കുറവാണ്. HAL വിമാനത്തിൽ 13.3 ഡിഗ്രി സെൽഷ്യസും ബാംഗ്ലൂരു കിയാൽ വിമാനത്താവളത്തിൽ 13.2 ഡിഗ്രി സെൽഷ്യസുമായി താപനില കുറഞ്ഞു. ഇടതൂർന്ന പച്ചപ്പ് നിറഞ്ഞ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ രാത്രി താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകാനും സാധ്യതയുണ്ട്. KSMDNCയിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് ബാംഗ്ലൂരു അർബനും ബാംഗ്ലൂരു റൂറലും യഥാക്രമം 8.5 ഡിഗ്രി സെൽഷ്യസും 8.7 ഡിഗ്രി സെൽഷ്യസുമാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് എന്നാണ്. നഗരത്തിലെ ചില ഭാഗങ്ങളിൽ പുലർച്ചെ മൂടൽമഞ്ഞ് റിപ്പോർട്ട് അനുഭവപ്പെടുന്നുണ്ട്. നഗരത്തിലെ ചില ഭാഗങ്ങളിൽ പുലർച്ചെ മൂടൽമഞ്ഞുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തിരക്കേറിയ യാത്രാ സമയങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വാഹനമോടിക്കുമ്പോൾ ജാഗ്രത പാലിക്കാനും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കാനും അധികൃതർ നിർദ്ദേശം നൽകി. താഴ്ന്ന പ്രദേശങ്ങളിലും തുറസായ പ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ രാവിലെ മൂടൽമഞ്ഞ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടികൾ, പ്രായമായവർ, മുൻകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിവർ തണുപ്പുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കെതിരെ മുൻകരുതലുകൾ എടുക്കണമെന്നും കാലാവസ്ഥാ വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞുള്ള പ്രഭാതങ്ങളിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അധികാരികൾ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതായും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.